ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തനിക്ക് പരിശോധിച്ച ശേഷം മാത്രം പുറത്തുവിടണം എന്നുള്ള നടി രഞ്ജിനിയുടെ അപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഇനി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മറ്റ് സാങ്കേതികമായ യാതൊരു തടസ്സങ്ങളുമില്ല. കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ അപ്പോഴാണ് നടി രഞ്ജിനി ഇത് സംബന്ധിച്ചൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. സാലി ചേരുന്നു. സാലി, ഇപ്പോൾ ഹൈക്കോടതി എന്തൊക്കെയാണ് ഈ രഞ്ജിനിയുടെ ഹർജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് കോടതിക്ക് അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. രഞ്ജിനി കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇതാണ്: തന്റെ മൊഴി, അത്തരം വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങൾ, തന്റെ മൊഴിയായ വിവരങ്ങൾ പുറത്തു വരരുതെന്നായിരുന്നു രഞ്ജിനി വാദത്തിന്റെ ആവശ്യപ്പെട്ടത്. അപ്പൊ കോടതി ചോദിച്ചു, റിപ്പോർട്ട് ആകെ പുറത്തു വിടരുതെന്നാണോ ആവശ്യപ്പെടുന്നതെന്ന് കോടതി ചോദിച്ചു. അപ്പൊ തന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതിലുണ്ട് എന്ന് രഞ്ജിനി ചൂണ്ടിക്കാട്ടി. അപ്പോ അതാ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ബെഞ്ചിനെ തന്നെ സമീപിച്ച് ആ വിഷയം ചൂണ്ടിക്കാണിക്കാം. ഇപ്പോ ഈ തടസ്സ ഹർജി കോടതി അംഗീകരിക്കുന്നില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. അതായത് പുറത്തു വിടാം എന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. രഞ്ജിനി ചൂണ്ടിക്കാട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് ഈ കേസ് വിശദമായി പരിശോധിച്ചിരുന്നു. പരിശോധിച്ചതിന് ശേഷം ഇത് സജിമോൻ പറയുന്ന നിർമ്മാതാവിന്റെ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടാം എന്നായിരുന്നു അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നത്. അതിന് പറഞ്ഞിരുന്ന ഒരു കാരണം, ഈ സജിമോൻ പാറയിലിരുന്ന ഹർജിക്കാരന് ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇയാൾ ഈ കേസിന്റെയോ ഈ മൊഴിയുടെയോ ഭാഗമായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കേസിൽ നേരിട്ട് ബന്ധമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല എന്നായിരുന്നു ഒരു കാര്യമായി കോടതി പറഞ്ഞത്. മറ്റു പല കാര്യങ്ങളും പറഞ്ഞു. ഈ റിപ്പോർട്ട് പുറത്തു വരേണ്ടതാണ്, സാമൂഹിക ആവശ്യമാണ് എന്നൊക്കെ കോടതി ചൂണ്ടിക്കാട്ടിയെങ്കിലും പ്രധാന വാദം അതായിരുന്നു. അതുകൊണ്ടാണ് ഈ കേസിൽ മൊഴി നൽകിയ രഞ്ജിനി തന്നെ ഒരു ഹർജിയുമായി എത്തിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ രഞ്ജിനിക്ക് ലോക്കൽ സ്റ്റാൻഡി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ രഞ്ജിനി ഈ കേസിൽ മൊഴി നൽകിയ ഒരാളെന്ന നിലയ്ക്ക് ഇത് കക്ഷിയാണ്. അതുകൊണ്ട് തന്റെ വാദം കേൾക്കണം, തന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് രഞ്ജിനി ചൂണ്ടിക്കാട്ടിയിരുന്നത്. അത് കോടതി പരിഗണിച്ചില്ല. കോടതി പറഞ്ഞത് ഈ ഹർജി സ്വീകരിക്കുന്നില്ല, ഹർജി തള്ളുന്നു. പക്ഷെ ഇനി തന്റെ സ്വകാര്യതയെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം രഞ്ജിനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മറ്റേ കേസ് പരിഗണിച്ച സിംഗിൾ ബെഞ്ചിനോട് തന്നെ പറയുക എന്നുള്ളതാണ്. അതായത് സിംഗിൾ ബെഞ്ചിനെ വീണ്ടും സമീപിക്കാം എന്ന ഒരു വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് ഈ തടസ്സ ഹർജിയിൽ കോടതി ഇപ്പോൾ തീർപ്പാക്കി തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ നിലവിലുള്ള സ്റ്റാറ്റസ് അനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുന്നതിനുള്ള തടസ്സങ്ങൾ ഹൈക്കോടതി നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ രഞ്ജിനി ഇപ്പോൾ ഈ ഒരു ഹർജിയുമായി വന്നത് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സപ്പെടുത്തുന്നതിനാണ് എന്നൊരു വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. കാരണം ഇവർ ആദ്യഘട്ടത്തിൽ വളരെ ബോൾഡായി നിന്നിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. അതിനുശേഷമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് ഏതാണ്ട് പുറത്തു വരും എന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് രഞ്ജിനി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് കോടതിക്ക് പോലും സംശയം തോന്നാനുള്ള സാഹചര്യം വന്നിട്ടുണ്ടോ? അതായത് കോടതി ഇതിന്റെ ഒരു നിയമവശമാണ് ബേസിക്കലി പരിശോധിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഒരു തീരുമാനത്തിന്മേൽ ഒരു അപ്പീൽ വരുമ്പോൾ ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ലീഗലി നിലനിൽക്കുന്നതാണോ എന്നതാണ് കോടതിക്ക് പരിശോധിക്കാൻ കഴിയുക. അതായത് അപ്പീൽ ബോഡിക്ക്, അതായത് ഡിവിഷൻ ബെഞ്ചിന് പരിഗണിക്കാൻ കഴിയുക. അത് മാത്രമാണ് കോടതി പരിശോധിച്ചത്. പക്ഷേ രഞ്ജിനിയുടെ ഒരു മാനുഷിക പരിഗണന ഇക്കാര്യത്തിൽ കോടതി ഡിവിഷൻ ബെഞ്ച് കാണിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിലുണ്ടെങ്കിൽ അത് സിംഗിൾ ബെഞ്ചിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനർത്ഥം ഏതെങ്കിലും തരത്തിൽ രഞ്ജിനിയുടെ ആവശ്യം കോടതി തള്ളിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന രഞ്ജിനിയുടെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. റിപ്പോർട്ട് പുറത്തു വിടാം എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി രഞ്ജിനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നടപടി കോടതി ഡിവിഷൻ ബെഞ്ച് തുറന്നിട്ടിട്ടുണ്ട്. സിംഗിൾ ബെഞ്ചിൽ ഒരു അപ്പീൽ കൊടുക്കുക. അപ്പൊ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശമായതുകൊണ്ട് തന്നെ ആ സിംഗിൾ ബെഞ്ചിൽ ഇന്ന് കൊടുത്താൽ ഇന്ന് തന്നെ ടുഡേ ഇട്ട് മൂവ് ചെയ്താൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പോ ഉച്ചയ്ക്ക് ശേഷമോ അതേ സിംഗിൾ ബെഞ്ച് ഈ കേസ് പരിഗണിച്ച് രഞ്ജിനിയുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയേക്കാം. രഞ്ജിനിക്ക് ആവശ്യപ്പെടാവുന്ന ഒരു കാര്യം, ഈ റിപ്പോർട്ട് പുറത്തു വിടുന്ന ഭാഗം തനിക്ക് കൂടി വായിക്കാൻ തരണം. തനിക്ക് കൂടി നൽകിയതിനു ശേഷം താൻ നൽകിയ മൊഴിയുടെ വിവരങ്ങൾ തന്നെ ബാധിക്കുന്ന വിവരങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കാനുള്ള ഒരു അവകാശം രഞ്ജിനിക്കുണ്ട് എന്ന് രഞ്ജിനി ചൂണ്ടിക്കാണിച്ചാൽ സിംഗിൾ ബെഞ്ച് അത് പരിശോധിക്കേണ്ടി വരും.
അതാണ് ഇപ്പൊ സിംഗിൾ ബെഞ്ചിന്റെ മുമ്പാകെ എത്തിയിരിക്കുന്നത്. ഇനി സിംഗിൾ ബെഞ്ചിൽ ഒരു അപ്പീൽ ബെഞ്ചിന് സമർപ്പിച്ച് അത് ടുഡേ ഇട്ട് മൂവ് ചെയ്ത് ഇന്ന് തന്നെ അത് സിംഗിൾ ബെഞ്ച് വാദം കേട്ട് അതിലൊരു തീർപ്പ് സിംഗിൾ ബെഞ്ച് എത്തിയാൽ മാത്രമേ ഇനി ഇതിൽ തടസ്സങ്ങളുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി ഈ അപ്പീൽ വരും എന്നാണ് ഇക്കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചുകൊണ്ടൊരു നടപടിയിലേക്ക് പോകും. അതായത് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശാനുസരണം സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യത, ഡിവിഷൻ ബെഞ്ച് തുറന്നിട്ട സാധ്യത ഉപയോഗിക്കാൻ രഞ്ജിനി തീരുമാനിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ രഞ്ജിനി ഒരു ഹർജിയുമായി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച് തനിക്ക് കൂടി തന്റെ ഭാഗം കൂടി കേൾക്കണം എന്ന് വാദം ഉന്നയിച്ചേക്കാം. പക്ഷേ എങ്കിലും ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ തീർപ്പാക്കിയ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഇപ്പോൾ നിയമ തടസ്സങ്ങളില്ല എന്നുള്ളതാണ്. സിംഗിൾ ബെഞ്ച് നേരത്തെ ശരിവെച്ചിരുന്നു. അതിനെ തടസ്സം ചെയ്തുകൊണ്ടുള്ള ഒരു തടസ്സ ഹർജി രഞ്ജിനിയും സമർപ്പിച്ചിരുന്നു. അത് ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കിയിരിക്കുന്നു. അവരുടെ ആവശ്യം, രഞ്ജിനിയുടെ ആവശ്യം തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇനി മറ്റൊരു അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ വരുന്നുണ്ട്. അത് ഈ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച സജിമോൻ പാറയിന്റെ ഹർജിയാണ്. ആ ഹർജി ഈ സെയിം സ്റ്റാറ്റസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറിച്ചൊരു ഉത്തരവ് അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ആ അപ്പീലിന് വലിയ കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു അപ്പീലായി ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ വന്നത്. ആ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അതിൽ തീർപ്പാക്കിയിരിക്കുന്നു. റിപ്പോർട്ട് പുറത്ത് വിടാം എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്.